LDF സർക്കാർ 2016 അധികാരത്തിൽ വരുമ്പോൾ 600 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെച്ചു. 600 വാഗ്ദാനങ്ങളിൽ 590 വാഗ്ദാനങ്ങൾ പാലിച്ചാണ് ഒന്നാം പിണറായി സർക്കാർ 2021 ഭരണ തുടർച്ചയിലേക്ക് പോകുന്നത്. ആദ്യം 91 ആണെങ്കിൽ ജനപ്രീതിയിൽ 99 സീറ്റുകൾ രണ്ടാമത്തെ പിണറായി സർക്കാരിന് ലഭിക്കുന്നു. രണ്ടാം പിണറായി സർക്കാർ 900ഓളം വാഗ്ദാനങ്ങളാണ് ജനങ്ങളുടെ മുന്നിൽ വെച്ചത് മാനിഫെസ്റ്റോയിൽ. ആ 900 വാഗ്ദാനങ്ങളിൽ 850 ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം നടപ്പാക്കി കഴിഞ്ഞു. അതായത് 95% മുകളിൽ പ്രകടന പത്രിക പാലിക്കുന്നതിൽ ഒരു റേറ്റിംഗ് ഉള്ള സർക്കാരാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും. ഇതിലാർക്കും തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി മദ്യനയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. മദ്യനയവുമായി ബന്ധപ്പെട്ടിപ്പോൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുതിയ കാര്യമേ അല്ല. അതിൽ ഏകീകരിക്കൽ നടന്നിരുന്നു എന്ന് മന്ത്രി പറഞ്ഞത് ശരിയാണ്. ഇതിൽ പ്രതിപക്ഷ നേതാവടക്കം തന്നോട് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന് പോലും ഇക്കാര്യത്തിൽ വിയോജിപ്പില്ല. നോക്കൂ, പ്രസ്താവനകൾ, ദുരൂഹതകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ അഴകുഴമ്പൻ മട്ടിൽ പോവുക. അതിൻ്റെ കാരണം എക്സൈസ് വകുപ്പ് മന്ത്രി പറയുന്നു ഇത് പ്രതിപക്ഷം തന്നെ ആവശ്യപ്പെട്ട വിഷയമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നത് കേരളത്തിൽ ചർച്ചയാവാത്തത്. നിങ്ങൾ നാളെ നോക്കിക്കോളൂ, യൂത്ത് കോൺഗ്രസ് തെരുവിലിറങ്ങുമോ ഈ വിഷയത്തിൽ? ഇല്ല. ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ താല്പര്യവുമുണ്ട്, ഭരണപക്ഷത്തിൻ്റെ താല്പര്യമുണ്ട്. കാരണം ക്ലാസിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നാട്ടിൽ ടൂറിസം വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് വേണമെന്ന നിലയിലേക്ക് മാറി. അതാണ് ഈ സർക്കാരിൻ്റെ പോളിസി. അതിൻ്റെ അർത്ഥം മദ്യത്തെ ഒഴുക്കുന്നു, മദ്യത്തെ മുക്കിക്കൊല്ലുന്നു എന്നുള്ളതല്ല. നിങ്ങൾ മദ്യനിരോധനം എവിടെയൊക്കെ നിർബന്ധിച്ച് ബോധപൂർവം നടപ്പാക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ വ്യാപനവും വിപണനവും കൂടിയിട്ടേ ഉള്ളൂ. ഇല്ല, അതാണ് ഇനിയിപ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് അത് വിശദീകരിക്കേണ്ടത്. എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. അത് വരട്ടെ, എന്താണ് സംഭവിച്ചതെന്ന് അറിയട്ടെ. അതെ, ആ ശേഷമുള്ള പ്രതികരണമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി, എക്സൈസ് വകുപ്പ് മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി പറയാണ് പ്രതിപക്ഷത്തിന്റെ കൂടി ആവശ്യം പരിഗണിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് പറയുന്നത്. അതിൽ എന്താണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം? എന്താ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവർ ഉയർത്തുന്ന ഒരു ആരോപണം. അതല്ലാതെ ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് എതിർപ്പുണ്ടോ? അതായത് നിങ്ങൾ ടൂറിസം ഡെസ്റ്റിനേഷൻ അല്ലാത്ത ക്ലാസിഫിക്കേഷൻ യോഗ്യതയുള്ള സ്ഥലങ്ങളിൽ ബാറുകൾ അനുവദിക്കുന്നതിന് പ്രതിപക്ഷത്തിനോട് വിയോജിപ്പുണ്ടോ? പ്രതിപക്ഷത്തിന് തത്വത്തിൽ വിയോജിപ്പില്ല. ഇത് അനുവദിച്ച സമയം മാത്രമാണ് പ്രതിപക്ഷം എതിർക്കുന്നത്. പ്രതിപക്ഷത്തിന് വിയോജിപ്പുണ്ടോ? തത്വത്തിൽ വിയോജിപ്പുണ്ടാവാൻ വഴിയില്ല. കാരണം കേരളത്തിൽ മാത്രമായിട്ട് അങ്ങോട്ട് നയം കോൺഗ്രസിന് രൂപീകരിക്കാൻ പറ്റുന്നില്ല. കേരളത്തിൽ എന്നല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാത്രി 12 മണി വരെയാണ് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ സ്റ്റാറ്റസ് ഉള്ള ബാറുകൾ പ്രവർത്തിക്കുന്നത്. ദാറ്റ്സ് എ ഫാക്ട്.